കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ കരവിരുതിന്റെ ശില്പനിർമ്മാണത്തിൽ പ്രസിദ്ധമാണ് കുറുക്കൻപാറ. ശില്പകലയുടെ ഹൃദയഭൂമിയായ ഇവിടെ പാരമ്പര്യവും പ്രാവീണ്യവും ചേർത്താണ് ശില്പചാരുത സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യങ്ങളിൽ കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും കുറുക്കൻപാറയിലെ ശില്പങ്ങളുടെ പ്രാധാന്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൂടുതലായും ശില്പങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത്. ദേവപ്രതിമകളിൽ നിന്നും ആധുനിക അലങ്കാര ശില്പങ്ങളിലേക്കും വൈവിധ്യമാർന്ന സൃഷ്ടികളിലേക്കും തൊഴിലാളികൾ തങ്ങളുടെ കരവിരുതിന്റെ മനോഹാരിത കൊത്തിവെക്കുകയാണ്. പ്രാദേശിക വിപണികളിൽ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. തൃശൂർ, ചാലക്കുടി, വെള്ളറക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ശില്പകലയ്ക്ക് ആവശ്യമായ ശിലകൾ കൂടുതലായും കൊണ്ടുവരുന്നത്. പണ്ടുകാലത്ത് മൂർച്ചയേറിയ പരുക്കൻ ശിലകളാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ പാകപ്പെടുത്തിയ മിനുസമുള്ള ശിലകളാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് തൊഴിലാളികൾക്ക് ശില്പനിർമ്മാണത്തിന്റെ ബുദ്ധിമുട്ടും കുറയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു വർക്ക് തീരാൻ എത്രത്തോളം പെട്ടെന്ന് അതേസമയം മെഷീനുകളുടെ പ്രാബല്യം വളർന്നതോടെ കൊത്തുപണികൾ കൂടുതൽ സുഗമമായി. എന്നാൽ ഇതിൽ നിന്നും ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നതും തൊഴിലാളികൾക്ക് പ്രതിസന്ധിയാണ്. മൂലവസ്തുക്കളുടെ ഉയർന്ന വിലയും ആധുനിക വിപണിയിലെ കടുത്ത മത്സരവും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ വേറെയും. എന്നിരുന്നാലും തങ്ങളുടെ ഉപജീവനവും കലാ അഭിരുചിയും എന്നും നെഞ്ചോട് ചേർത്ത് ഈ തൊഴിലിൽ തന്നെ തുടരാനാണ് ഈ കലാകാരന്മാർക്ക് താൽപര്യം. ഇപ്പൊ ആദ്യകാലങ്ങളിലാണ് അത് ഇപ്പോഴും മാറ്റി വന്നിട്ടുണ്ട് വാങ്ങാൻ. പണ്ട് കാലത്ത് ഇവിടെ ശരിക്കും ഞാൻ പണി പഠിക്കുന്ന കാലത്ത് ഇവിടെ അമ്മി വരല് അങ്ങനെയുള്ള വർക്കുകളുള്ളൂ. ഇപ്പോഴാണ് ഈ അപ്പൊ കുറച്ച് എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വന്ന കൂടിയിട്ട് ഈ കുറച്ച് ആൾക്കാർ ശില്പപണി പഠിച്ചു. കാലം മാറിയാലും ആധുനിക സാങ്കേതിക വിദ്യ വിപണി കൈയടക്കിയാലും കലയുടെ ആത്മാവ് നിലനിൽക്കും എന്നുറപ്പിച്ച് കുറുക്കൻപാറയിലെ ശില്പികൾ കലാസൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇതിലിപ്പോ നഷ്ടം, ലാഭം അങ്ങനെ വല്ല മുന്നത്തുനിന്ന് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ലാഭമാണോ അതോ നഷ്ടമാണോ?